കൊട്ടാര ഭാഗത്തോടുകൂടി അവളെ സമീപിക്കും. അപ്പോൾ അവള് പറയും, ഞാൻ വന്നത് ഈ നിങ്ങളുടെ കാര്യത്തിനൊന്നും അല്ല വന്നത്, എന്നെ അങ്ങനെ വശത്താക്കാനൊന്നും നോക്കേണ്ട, ഒരു കാര്യം ചെയ്യും, എൻ്റെ സുദേഷ്ണ ഭഗിനി, അതായത് സുദേഷ്ണ പറഞ്ഞയച്ച മദ്യം തന്നു വിടാൻ പറയും. അപ്പം കീചകൻ്റെ സ്വഭാവം മാറും. കീചകൻ ഈ സുദേഷ്ണയെ പിന്നെ സൈന്യത്തിലേക്ക് കയറി പിടിക്കുന്നു. അവളെന്ത് ചെയ്ത് കുതിര മാറുന്നു. കീചകൻ ബലവാനല്ലേ. അവസാനം അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളെ താടിച്ച് അടിച്ച് നിലത്തിരുന്നു. ഈ സമയം അവൾ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം മധുർക്കഥൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ, ഇവിടെ കഥയിൽ നമ്മളിവിടെ ആ ഭാഗമില്ല എന്ന്, രാക്ഷസൻ വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലെത്തുന്നു. കൊട്ടാരത്തിൽ എത്തി അവളെ സഹായിക്കാൻ വിരാട രാജാവ് എന്നെ ഇഷ്ടമല്ല, അയാള് ഒഴിഞ്ഞു. സുദേഷ്ണ പറഞ്ഞു, നിന്റെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവള് വന്നു. ഇവിടെ വളരെ വേദനയോടുകൂടി രാത്രി പാചകക്കാരനായ ഭർത്താവ് വലലന്റെ അടുത്ത് ചെന്ന് കാര്യം പറയുന്നു. വലലൻ അവളെ സമാധാനിപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ട് സമീപിച്ച അവളെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നു, ഞാനൊരു പരിഹാരം ഉണ്ടാക്കി അവനെ ഞാൻ വക വരുത്തി തരാം, നീ ഒരു കാര്യം ചെയ്യണം. അവനോട് ചെന്ന് പറയണം, രാത്രി നൃത്തശാലയിൽ വന്നാൽ മതി, ഞാനവിടെ കാത്തിരിക്കും, എൻ്റെ ഭർത്താക്കന്മാരൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ നൃത്തശാലയിൽ കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ പോയി പറഞ്ഞ് പിന്നെ എന്നിട്ട് അവൾ പോകുന്നു. കീചകൻ ചെന്ന് കണ്ടവിടെ പറഞ്ഞു, രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. കീചകന് ഭയങ്കര സന്തോഷമായി. കാമവരെ കൊണ്ട് കീചകൻ അണിഞ്ഞൊരുങ്ങി പിന്നെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. രാത്രിയായപ്പോൾ ഭീമൻ ഈ നൃത്തശാലയിൽ ചെന്ന് കാട്ടിൽ പുതച്ചു കിടക്കുന്നു. അപ്പോ ഇവൾ ഇങ്ങനെ പുതച്ചു കിടക്കുന്നത് സൈലന്ദ്രിയാണെന്ന് കീചകൻ തെറ്റിദ്ധരിക്കുകയാണ്. ഒക്കെ പുതച്ചു കിടക്കുന്നു, ഇരുട്ടല്ലേ. നേരെ അടുത്തോട്ട് ചെല്ലുന്നു. അവിടെ ഒരു അതിമനോഹരമായ ഒരു പദമുണ്ട്, കണ്ടിവാർ കുഴലി എന്നെ കണ്ടിയില്ലയോ, ഒന്ന് മിണ്ടാതെ നീ കിടന്ന് ഇങ്ങിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു പദമുണ്ട്. അപ്പോൾ ഈ പദം പാടിയിട്ട് കീചകൻ നേരെ അടുത്ത് പോയി. അവളെ അടുത്ത് നിന്നിട്ട് അവളെ ഇങ്ങനെ സ്നേഹത്തോടെ തലോടുമ്പം കൈ കല്ലിൽ കൊണ്ടതുപോലെയൊക്കെ തോന്നുന്നു. എന്താണ് ഇവക്ക് ഇത്ര മസിലാണോ എന്നൊക്കെ സംശയിക്കുകയാണ് കീചകൻ. ഒന്നും ആയിരിക്കില്ല, ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞ. എന്നിട്ട് അവളെ കൂടെ കയറി കിടക്കുന്നു. ഭീമൻ ചാടി എഴുന്നേറ്റ് ഇവനെ ഒരു മൽപ്പിടുന്നുകൊണ്ട് രണ്ടുപേരും കൂടി. അത് കഴിഞ്ഞ് കീചകനെ ഭീമൻ ഒറ്റപ്പിടി മുറുക്കി അതിന് ഞെരിച്ച് കൊല്ലുന്നു. ചോര ഛർദ്ദിച്ചാണ് ഈ കീചകൻ മരിക്കുന്നത്. കീചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കഥ നമ്മളിവിടെ തീരുകയാണ്. പക്ഷെ ഞാനതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. കീചകൻ ഇങ്ങനെ ദുര്യോധനന്റെ രാജധാനിയിൽ അറിയും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിനു മുമ്പ് കീചകൻ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് അവിടെയുള്ള ആളുകളെല്ലാവരും എൻ്റെ ബന്ധുക്കളെല്ലാവരും കൂടെ കൂടി. അപ്പോൾ അവരെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു, എവള് കാരണമാണ് കീചകൻ മരിച്ചത്, അതുകൊണ്ട് എവളെ കീചകന്റെ ചിതയിൽ എവിടെയും കൂടെ ഇട്ട് ദഹിപ്പിക്കണം എന്ന് പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതറിഞ്ഞ ഭീമൻ ഓടി വന്ന് അവളെ മോചിപ്പിക്കുന്നു. അതായത് മരം പെഴുത് അടിച്ച് എല്ലാത്തിനെയും കൊല്ലുന്നു. 105 ഉപകീചകന്മാരെ ഭീമൻ കൊല്ലുന്നുണ്ടെന്നാണ്. കൊന്നിട്ട് പാഞ്ചാലിയെ അവളെ സൈന്യത്തിനെ രക്ഷിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുവരെയാണ് കീചകവധത്തിൻ്റെ കഥ. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ ഇതുവരെ ഒന്നും കളിക്കില്ല. അപ്പം ഞാനിത് സമയം കിട്ടിയതുകൊണ്ടുകൂടെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയാൽ എനിക്കും